ഹലോ, ഹൈ റിച്ച് റെവല്യൂഷൻ ടീം മെമ്പേഴ്സ്. ഓക്കെ, നമുക്കിന്ന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് പുതിയ ഒരാളെ ബിസിനസ്സിലേക്ക് നമുക്ക് ഐ ഡി ക്രിയേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരാളെ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പഠിപ്പിക്കാം. ഓക്കെ, നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഐ ഡി ലോഗിൻ ചെയ്യുക, മൈ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, തൊട്ട് റൈറ്റ് സൈഡിലുണ്ടൊരു മെനു, അത് ക്ലിക്ക് ചെയ്യുക, മെമ്പേഴ്സ് ട്രീ സെലക്ട് ചെയ്യുക, ജീനിയോളജി എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ താഴെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി അവിടെ ക്ലിക്ക് ചെയ്യുക. ഓരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ളോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എനിക്ക് മുനവീർ പി കെ എന്നുള്ള ആളുടെ തൊട്ട് താഴെയുള്ള ആളെയാണ് ആടെ ആഡ് ചെയ്യേണ്ടത് വിചാരിക്കും. അപ്പോൾ ലൈല ബീവിയുടെ തൊട്ട് താഴെയാണ് എനിക്ക് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലൈല ബീവിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സൽമാൻ്റെ ഒരു ഐ ഡി മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളൂ. റൈറ്റും ലെഫ്റ്റും ഞാൻ അടിക്കാൻ പോവാണ്. അതിൽ ഒരു ഐ ഡി അടിച്ചിട്ട് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, വേക്കൻറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു ഫോം വരും. ഫോം വരുമ്പോൾ സമയത്ത് അതിൽ സ്പോൺസർ ഐ ഡി ആരാണോ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അവരെ സ്പോൺസർ ഐ ഡി കൊടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു നമ്പർ കൊടുക്കുക, HRMU. ഇപ്പോൾ ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് 142. ഓക്കെ, ഇനി സൽമാൻ കറക്റ്റ് നെയിം കൊടുക്കുക. സൽമാൻ CP ഇനീഷ്യലുള്ളവർ ഇനീഷ്യൽ കറക്റ്റ് ബാങ്ക് ഡീറ്റെയിൽസിലുള്ള അതുപോലെ തന്നെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കത് പിന്നീട് അത് ഭാരാവരുത്. ഓക്കെ, പിന്നെ ഇമെയിൽ അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതല്ല, അതിൽ നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് മസ്റ്റാണ്. അപ്പോൾ സൽമാൻ ആണെങ്കിൽ salman@gmail.com കൊടുക്കുക. അഡ്രസ്സ് സൽമാൻ്റെ ഹൗസ് നെയിം സൽമാൻ മൻസിൽ എന്നോ നിങ്ങളെ അഡ്രസ്സ് ഏതാണോ അഡ്രസ്സ് വീട്ടുപേര്. പിന്നെ വരുന്നത് നിങ്ങളെ പോസ്റ്റ് ഓഫീസ് കക്കാട് പോസ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, പോസ്റ്റ് തന്നെ എഴുതണം, PO എന്ന് എഴുതരുത്. പിന്നെ വരുന്നത് നിങ്ങളുടെ തൊട്ട് അടുത്തുള്ള സ്ട്രീറ്റ് കക്കാടാണെങ്കിൽ കക്കാട് തന്നെ കൊടുക്കാം. പിന്നെ ഇത്ര മതി. പിന്നെ ചോദിക്കുന്നത് പിൻകോഡാണ്. പിൻകോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ 654321 അടിച്ചു കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ ഏതാ വെച്ചാൽ അത്. അപ്പോൾ ഞാനൊരു ഡെമോ എന്നുള്ള രീതിയിൽ 7356 ഓൾറെഡി 352 കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ അമർത്തുക. സബ്മിറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും. നമുക്ക് എഴുതി കൊടുത്തത് കറക്റ്റ് അല്ലേന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെയാണ്. എന്ത് ചെയ്യുക, റീ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് തൊട്ട് താഴെ, അതിൽ ക്ലിക്ക് ചെയ്യുക, യെസ് എന്ന് കൊടുക്കുക. രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായി. ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു യൂസർ നെയിമും പാസ്വേഡും വരും. അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആളുടെ മൊബൈലിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ ID ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.